നമ ശിവായ. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്നാണ് നമ്മൾ എല്ലായ്പ്പോഴും കേട്ടിട്ടുള്ളൊരു സംഭവം. ജീവിതത്തിൽ പല സമയങ്ങളിലും ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് ഭവിക്കുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. ഡോക്ടർ ബ്രയാൻ എൽവൈസ് എന്ന ആളുമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷനാണ് ഉണ്ടാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ചില അറിവിൻ്റെ ശകലങ്ങൾ കേട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടൊരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, സാറിന് പറ്റിയൊരു പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്കൊരു പുസ്തകം വാങ്ങിക്കൊണ്ട് തന്നു. പേയ്മെൻറ്റ് ഞാൻ കൊടുത്തു, എങ്കിലും അദ്ദേഹം ആ ഒരു പുസ്തകം വാങ്ങിക്കൊണ്ട് തന്നു. അപ്പോൾ അത് ഡോക്ടർ ബ്രയാൻ എൽവൈസിൻ്റെ പുസ്തകമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് DC ബുക്സിൽ നിന്ന് ആ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ എനിക്ക് ലഭിച്ചു. നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന പേരിലുള്ള. അപ്പോൾ ആ പുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം എപ്പിസോഡുകൾ ESP പാരാനോർമലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം വളരെ അത്ഭുതകരമായിട്ട് എനിക്കൊരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് ഞാൻ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നത്. കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കറിയില്ല ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ആ സാറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു, എൻ്റെ 2 പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ പങ്കെടുത്ത 2 പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്, ബ്രയാൻ വൈസിൻ്റെ പുസ്തകങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ ഒരു അത്ഭുതം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ആ 2 പുസ്തകങ്ങളും മലയാളികൾക്ക് പരിചിതമാക്കി തന്ന, നമ്മുടെ സ്വന്തം ഭാഷയിൽ നമുക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത രാധാകൃഷ്ണ പണിക്കർ സാറായിരുന്നു ആ മെസ്സേജ് അയച്ചത്. അപ്പോൾ ഇതൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനായിട്ട് എനിക്ക് തോന്നുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നെന്തായാലും ഈ മഹത്തായ ദിവസം സാറിനെ അന്വേഷിച്ച് സാറിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള ആത്മീയ അന്വേഷകർ ഉത്തരം മുട്ടി നിൽക്കുന്ന പല സമയങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ശാസ്ത്രത്തിനെ ഏറ്റവും വലിയ ഒരു ഒരു സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഏറ്റവും വലുതായിട്ട് നമ്മെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പരിച, ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പരിചയമാണ് ഡോക്ടർ ബ്രയാൻ എൽവൈസും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും. അപ്പോൾ ആ പുസ്തകങ്ങൾ മലയാളിക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരമാക്കി തന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനും അധ്യാപകനും അതിനേക്കാൾ ഉപരി ശാസ്ത്രജ്ഞനുമായിട്ടുള്ള രാധാകൃഷ്ണ പണിക്കർ സാറിൻ്റെ ഒപ്പമാണ് നമ്മളിന്നുള്ളത്. ഏറ്റവും ഹൃദ്യമായിട്ട്, ഏറ്റവും സ്നേഹത്തോടെ, നിറഞ്ഞ ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സർ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. എന്നെ അന്വേഷിച്ച് എനിക്ക് പറയാനുള്ള കഥ കേൾക്കുവാനായി ഒരു ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ തൃപ്പൂണിത്തുറ വരെ വന്ന മനസ്കനായ ശ്രീ ബിജു പത്മനാഭനോട് എൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ സകലരുമായിട്ട് യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറാണ്. എല്ലാവരും ക്ഷമയോടെ കേട്ടിരിക്കുമല്ലോ. താങ്ക് യു. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു പേരാണ് ഡോക്ടർ ബ്രയാൻ എൽവൈസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അതിൽ മലയാളത്തിൽ വന്ന 2 പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ. ഇത് ലോകത്തിലെ ബെസ്റ്റ് സെല്ലറിൻ്റെ പട്ടികയിൽപ്പെട്ട പുസ്തകമാണ്. ബ്രയാൻ വൈസിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ മലയാളത്തിൽ DC ഇറക്കിയ ഈ പുസ്തകവും ഭയങ്കരമായിട്ട് വിറ്റുപോകുന്ന ഒരു പുസ്തകമാണ്. കാരണം ആളുകളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭാരതീയ സങ്കല്പങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബ്രയാൻ വൈസ് തൻ്റെ പുസ്തകങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് എപ്രകാരത്തിലാണ് സാർ ഒരു നിയോഗം പോലെ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം സാറിൽ നിന്ന് അറിയേണ്ടത്. സാർ ഒന്ന് പറയണം. സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ പരിഭാഷയിലേക്ക് എത്തിച്ചേർന്നത് ഒരു വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഒരു പാതയിൽ കൂടിയാണ് ഞാൻ ഈ പരിഭാഷയിൽ എത്തിച്ചേർന്നത്. അന്ന് ഞാൻ എറണാകുളത്തൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി തൽക്കാലം ഞാൻ പറയുന്നില്ല, അത് ഇപ്പോഴും ഉണ്ട്, ബ്രോഡ്വേയിലാണ്, ജൈന മതക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ ചെന്ന് ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ ഒരു തവണ സംസാരിച്ച് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു,
നമ്മുടെ ഈ ആത്മീയത ഒക്കെ പാശ്ചാത്യ ലോകത്തിപ്പോൾ വളരെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സാർ പറയുന്നതിൻ്റെയൊക്കെ അപ്പുറം കാര്യങ്ങൾ അവിടെ ഗവേഷണം നടന്നിരിക്കുന്നു. സാറ് ഇന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കണമെന്നും പറഞ്ഞ് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് ബൈ ബ്രിയാൻ വീസ് MD യുടെ ഈ പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനതൊന്ന് ഓർത്തു വച്ചു. ശരി, ഒന്ന് വായിച്ച് നോക്കാം. പാശ്ചാത്യർ എന്താണ്? അപ്പം ഞാൻ വിദേശത്തായിരുന്നു കുറേ നാളുകൾ. അപ്പോൾ പൊതുവേ പാശ്ചാത്യർക്ക് ഇന്ത്യൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര വിശ്വാസമൊന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും ഈ പുതുതായി വന്നിരിക്കുന്ന പുസ്തകത്തിൽ പറയാനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് നേരെ മറൈൻ ഡ്രൈവിലുള്ള ബസ് കാത്തു നിൽക്കുന്നിടത്തോട്ട് ചെന്നപ്പം സൂക്ഷ അതിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ആ പുസ്തകമാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പുസ്തകമാണ് ഞാനത് വാങ്ങിച്ചത്. ഇത് ഒറിജിനൽ പുസ്തകമേ അല്ല. അവിടെ ഇത് പൗണ്ട് 10.99 വിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ 110 രൂപയ്ക്ക് എനിക്കിത് എടുത്ത് തരികയാണ്. സാർ ഇത് വായിക്കാൻ പറഞ്ഞു. ഞാനൊന്നും ചിന്തിച്ചില്ല, ഞാനത് വായിച്ചു. ഞാനത് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. എനിക്ക് രസകരമായി തോന്നി. ശരി, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താലോ എന്നിങ്ങനെ ഒരാശയം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ എനിക്ക് ഒരു ക്ലറിക്കൽ സ്റ്റാഫുണ്ട്. അവൾ BSc ഫിസിക്സും പഠിച്ചിട്ട് B.Edും പഠിച്ചതാണ്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനെന്നാ സാർ, കാരണം ഞാൻ ഓഫീസിലധികം പണിയൊന്നുമില്ല, വെറുതെ ഇരിപ്പ് തന്നെ, എഴുതിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ DC ബുക്സിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ശരി കൊണ്ടുവരൂ, ഞങ്ങളത് പരിഗണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ചില റൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ശരിപ്പെടുത്തി തന്നു. ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ലേഷൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്, അതും ഈ പുസ്തകം. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് 40ാമത്തെ ഭാഷയിലേക്കാണ്, മലയാളം ഭാഷയിലേക്കാണ് ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അതിനോടകം ഇത് മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ 40ാമത്തെ ഭാഷ കഴിഞ്ഞ് 1 ഡസൻ ഭാഷകളിൽ കൂടിയും ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആത്മീയ അറിവിനായിട്ട് വളരെ ദാഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ പുസ്തകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോയ ഒരു മോഡേൺ ആത്മീയ പുസ്തകമാണ് നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്നുള്ളത്. അപ്പോൾ അപ്രകാരം ഞാൻ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നു. എനിക്ക് മലയാളം നല്ല സുഗമമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ വിദേശ ജീവിതമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ മിക്കവാറുമൊക്കെ ഇംഗ്ലീഷാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല സുഗമമായിട്ട് ഇതിങ്ങോട്ട് വരുന്നുണ്ട്, പെട്ടെന്ന് വർക്കും ചെയ്തു പോകുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയായി. ഞാനിത് DC ബുക്സിന് സബ്മിറ്റ് ചെയ്തു. അവരതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സൊക്കെ നടത്തി ഇത് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ബ്രോഡ്വേയിലുള്ള എൻ്റെ ഈ സുഹൃത്തിനെ ഞാൻ പോയി കണ്ടു. പുസ്തകം പബ്ലിഷ്ഡായി പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് സാറേ, എനിക്ക് കുറച്ച് കോപ്പികൾ തരണമെന്നും പറഞ്ഞ് ഏതാണ്ട് 8-10 കോപ്പി അദ്ദേഹം വാങ്ങിച്ചു ഈ പുസ്തകം. ഞാൻ അദ്ദേഹത്തിന് ഈ പുസ്തകം കൊണ്ട് കൊടുത്തു. ആ പുള്ളി നിന്ന് കരയുകയാണ്. ഈ സുഹൃത്ത് ഒരു ട്രൈലിങ്ങിലോ 4 ഭാഷ അറിയാവുന്ന നല്ല വിവരമുള്ള ഒരു മനുഷ്യനാണ്. ഇരുത്തം വന്ന ഒരു ബിസിനസ് മെനുമാണ്. പക്ഷേ ജൈന മതക്കാരനാണ്, അതെനിക്കറിയാം. ഞാൻ ചോദിച്ചു, ഇതെന്താ എങ്ങനെ കരയുന്നേ? സാറേ, ഇതിൻ്റെ പിന്നാമ്പുറത്തൊരു ചരിത്രമുണ്ട്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ എങ്ങനെ അറിയാം? അതിന് കാരണം എൻ്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ സിസ്റ്ററിനെ വിവാഹം ചെയ്ത ബ്രദർ-ഇൻ-ലോയുമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വന്ന് അത് ഓൾമോസ്റ്റ് ഡൈവോഴ്സ് വക്കിലെത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഗുജറാത്തുകാരാണ്. ഇവർക്കൊക്കെ ഒരു കുലഗുരു ഉണ്ടായിരിക്കും. അവർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവർ ആ കുലഗുരുവുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യും. അപ്പോൾ ആ കുലഗുരു ചില ഉപദേശങ്ങൾ കൊടുക്കും. അവരൊരു സ്ത്രീയായിരുന്നു, അവർ ബോംബെയിലായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അവരോട് നീണ്ട ഒരു ചരിത്രമാണ് പുള്ളി എന്നോട് പറഞ്ഞു കേൾപ്പിച്ചത്. അവർ പറഞ്ഞു, ഒരാളിനെ കണ്ടുമുട്ടും, അയാളോട് ഒരു പുസ്തകം വിവർത്തനം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറയും. ആ പുസ്തകം ഈ പുസ്തകമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ പുസ്തകം വിവർത്തനം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ മാറും, നിങ്ങളുടെ കർമ്മഫലം മാറും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ പിന്നെ എന്തുണ്ടായി? ഈ ബ്രദർ-ഇൻ-ലോ കൊച്ചി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന്
ബോംബെക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലായി നിർവാഹമൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇരിപ്പുണ്ട്. എന്നാൽ ശരി 3 മണിക്കൂറോ 4 മണിക്കൂറോ കഴിഞ്ഞ് ഫ്ലൈറ്റുള്ളൂ. എന്നാൽ ശരി ഇതൊന്ന് വായിച്ചേക്കാം എന്ന് നോക്കി. ഇയാൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു ഈ ബ്രിട്ടനിലേക്ക്. ഇത് വായിക്കാൻ തുടങ്ങി. ഇത് വായിച്ച് പുള്ളിക്ക് വളരെ രസകരമായി തോന്നുകയും അവസാനം വരെ അത് ബോംബെ ഫ്ലൈറ്റ് എത്തുന്നവരെ അത് വായിച്ച് തീർത്തു എന്നാണ് എന്നോട് ഈ സുഹൃത്ത് പറഞ്ഞത്. അയാൾ പെട്ടെന്ന് അയാൾക്ക് മാനസാന്തരമുണ്ടായി. ഞാൻ ഈ എൻ്റെ വൈഫുമായിട്ടുള്ള ഈ ഇഷ്യൂ സോൾവ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പുനർജന്മം ഉണ്ടാവുകയും അത് സംബന്ധിച്ചുള്ള കർമ്മബന്ധങ്ങളുണ്ടാവുകയും ചെയ്യും എന്നുള്ള ഒരു ശക്തമായ ഫീലിംഗ് വരികയും പുള്ളി ഇദ്ദേഹത്തെ വിളിച്ച് പറയുകയും ചെയ്തു, അളിയ ചേട്ടാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് ഇതിനകത്ത് ഒരു പിടിവാശിയുമില്ല, സുഗമമായി ഇനി കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം, ഫാമിലി ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിന് ഒരു 50 വയസ്സ് പ്രായമുണ്ട്. ഇന്ന് ഒരു പക്ഷേങ്കിലും ഒരു 10-65 വയസ്സ് പ്രായം ആയി കാണും. ഈ മനുഷ്യൻ കരയുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരു ഇരുത്തം വന്ന ഒരു മധ്യവയസ്കൻ അങ്ങനെ കരയുമ്പോൾ എനിക്ക് ആ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലായി അദ്ദേഹം എന്നോട് പറയുന്നത് ഒരു യഥാർത്ഥ കഥയാണ്. ഇതാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള ഒരു കോയിൻസിഡൻസ് എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഹൗ ഐ വാസ് ലെഡ് ടു ട്രാൻസ്ലേറ്റിംഗ് ദിസ് ബുക്ക്. അത് കഴിഞ്ഞ് DC ബുക്സ് എന്നോട് ചോദിച്ചു, എന്നാൽ നമുക്ക് ഇതിന് നല്ല പ്രചാരം കിട്ടുകയും നല്ല അക്സെപ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് അടുത്തൊരു പുസ്തകം കൂടി വിവർത്തനം ചെയ്യാമോയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ സെയിം സോൾ മെനി ബോഡീസ്, അതും ബ്രിയാൻ വീസ് എഴുതിയതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് സെയിം സോൾ മെനി, മലയാളം ഒരേ ആത്മാവ് അനവധി ശരീരം. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അത് കുറച്ച് 270 പേജോളം ഉണ്ട്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഹിപ്നോ റിഗ്രഷൻ മെത്തഡോളജിയാണ്. ഇത് കഴിഞ്ഞിട്ട് DC ബുക്സ് എന്നെ ബന്ധപ്പെടുകയും ആഞ്ചില ഡൊനോവൻ്റെ ദ വിഷ് എന്ന് പറയുന്ന ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതും ആത്മീയമായ ഒരു പുസ്തകമാണ്. അതും ഞാനങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ എനിക്ക് ഓൾ ഓഫ് എ സഡൻ അങ്ങ് വഴിപ്പെടുകയാണ്. ഇത്രയും നാളും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എനിക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കസേരയിലിരുന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. അത് കേട്ട് എഴുതാൻ ഒരാളെ കിട്ടിയാൽ മതി. അല്പം വെട്ടലും തിരുത്തലോടും കൂടി എനിക്കിത് സാധിച്ചു. ഇതാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള ചരിത്രം. പക്ഷേ ആ ചരിത്രം ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി മറ്റു രീതിയിലാണ് സംഭവിച്ചത്. അത് ശ്രീ ബിജു ചോദിക്കുമ്പോൾ അതും ഞാൻ വെളിപ്പെടുത്താം. ഡോക്ടർ റെയ്മണ്ട് മൂഡി, ജൂഡി ഹോൾ, അയാൻ സ്റ്റീവൻസൺ തുടങ്ങിയ എത്രയോ ആളുകൾ, മൈക്കൽ ന്യൂട്ടൺ കൊണ്ടാവട്ടി, അങ്ങനെ എത്രയോ ആളുകളാണ്, അങ്ങനെയുള്ള എത്രയോ ഓതേഴ്സ്, അതുപോലെ തന്നെ അവരെല്ലാം മെഡിക്കൽ ഡോക്ടേഴ്സാണ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളാണ്. ഇങ്ങനെ എത്രയോ ആളുകളാണ് പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച് ധാരാളമായിട്ട് എഴുതിയിട്ടുള്ളത്. എങ്കിലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് ഡോക്ടർ ബ്രയാൻ എൽ വൈസിൻ്റെ പുസ്തകങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ന് ശാസ്ത്രലോകം ആരും തന്നെ അതിനെ എതിർക്കുന്നില്ല. പ്രത്യേകിച്ചും അമേരിക്കയിലെ ഒരു ഡോക്ടറാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മിയാമി സർവകലാശാലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ബ്രയാൻ എൽ വൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങളെ ഇതുവരെ ഖണ്ഡിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് പൊതു സദസ്സുകളിൽ ഒരിക്കലും ചലഞ്ച് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതിനോടൊപ്പം നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ലോകത്തെമ്പാടും ബൗദ്ധികവും അതുപോലെ തന്നെ വൈജ്ഞാനികവുമായ എല്ലാ മേഖലകളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം കൂടിയാണ് ഡോക്ടർ ബ്രയാൻ എൽ വൈസിൻ്റേത്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവസരം തേടി വരികയായിരുന്നു, സാറിനെ അന്വേഷിച്ച് വരികയായിരുന്നു. അത് സാറിൻ്റെ ഏറ്റവും വലിയൊരു പൂർവ്വജന്മ പുണ്യമായിട്ട് തോന്നുന്നു. മാത്രമല്ല അത് മലയാളികളായ നമുക്ക് അതിൻ്റെ പരിഭാഷ വായിക്കാൻ പറ്റുന്നത് നമ്മുടെയും ഏറ്റവും വലിയൊരു പൂർവ്വജന്മ പുണ്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ സാർ ഈ പറഞ്ഞ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ദ വിഷ് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ഞാനെടുത്ത് തുറന്നപ്പോൾ തന്നെ അതുകൊണ്ടാണ് ആ പേജിൽ തന്നെ ഞാൻ കൈവച്ചേക്കായിരുന്നു. കിട്ടിയ പേജിൽ ജീവിതത്തിൽ നിങ്ങൾ മാത്രമായി ആടേണ്ടതായ വേഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം ഓരോരുത്തരും അദ്വിതീയരാണ്, ഏവർക്കും പ്രത്യേകം വേഷം ആടേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എസൻസാണ് നമുക്കതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാം യുണീക്കാണെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. യു ആർ യുണീക്ക്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടേത് മാത്രമായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റുകളും നമുക്ക് നമ്മുടേത് മാത്രമായ ഐറിസും എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു
ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പ്രപഞ്ചബോധം എന്ന് പറയുന്ന വലിയൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ മൈക്രോയും മാക്രോയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഒരു ശാസ്ത്രീയമായ വിശദീകരണം, അതായത് ഏറ്റവും പ്രകാണ്ഡമായ ശാസ്ത്ര പാരമ്പര്യമുള്ള ശാസ്ത്ര അടിത്തറയുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൽ നമുക്ക് കേട്ടറിയാം എങ്ങനെയാണ് ഈ പറയുന്ന ഇൻഡിവിജ്വൽ സെൽഫും ഇത്രയും വലിയൊരു മാക്രോ കോൺഷ്യസുമായിട്ട് അല്ലെങ്കിൽ പരംബോധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് അവ തമ്മിലുള്ള പാരസ്പര്യം എന്ന് സാറിൽ നമുക്ക് കേൾക്കാം. ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാണ് ഇതിനെക്കുറിച്ച് ആൻസർ ചെയ്യാൻ. പക്ഷേ സയൻസ് കുറേ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിൾ. ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള നൂതന സംവിധാനങ്ങളിലൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഹോളോഗ്രാഫി. ഹോളോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രതിമയുടെ ഉദാഹരണം എടുക്കുക. ഒരു പ്രതിമയുടെ 3 ഭാഗത്തു നിന്നുള്ള ചിത്രം 2 പ്രതലങ്ങളിൽ ലേസർ ടെക്നോളജിയാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. ആലേഖനം പ്രൊജക്റ്റ് ചെയ്ത് ആലേഖനം ചെയ്യപ്പെടാൻ സാധിക്കും നിലവിൽ. ഇത് 1980കളിൽ വന്ന ഒരു ടെക്നോളജിയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചുവർ ചിത്രങ്ങൾ കണ്ടു കാണും. 3 ഡയമെൻഷണൽ പ്രതീതിയാണ് അതിൽ കാണുന്നത്. സത്യത്തിൽ ഒരു 2 ഡയമെൻഷണൽ പ്രൊജക്ഷനാണ് അത് 3 ഡയമെൻഷനിൽ നിന്ന്. അപ്പോൾ ശ്രീ ബിജുവിൻ്റെ ചോദ്യം എങ്ങനെ മാക്രോകോസവും മൈക്രോകോസവുമായിട്ട് ശാസ്ത്രം ബന്ധപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. ശാസ്ത്രം ഇപ്പോൾ അഭിനവ സ്ട്രിങ് തിയറി, അതിനെക്കുറിച്ച് എൻ്റെ മരണാനന്തര ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ അല്പം അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതും പ്രകാരം ഈ ഹോളോഗ്രാഫിക് തത്വങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് സ്ട്രിങ് തിയറിയിൽ. ഈ പ്രപഞ്ചത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് നമ്മൾ എന്നുള്ളതാണ്. പക്ഷേ പ്രപഞ്ചം എന്നുള്ള സംജ്ഞ ഒരു പക്ഷേ ഇപ്പോൾ നിലവിൽ ഉള്ള പരീക്ഷണ ഫലങ്ങളും മറ്റ് പല ഗണിതശാസ്ത്ര മോഡലുകളും വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചം എന്നുള്ളത് കോസ്മോസ് അഥവാ വിശ്വം എന്ന് മാറി നാമധേയം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചോദിക്കും, എന്താണ് ഈ വിശ്വവും പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസം? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നാം കാണുന്ന ഈ ലോകം എന്നുള്ളതേ ഉള്ളൂ. വിശ്വം, ഈ ലോകം 3+1 ഡയമെൻഷനിലാണ്. പക്ഷേ അഭിനവ സ്ട്രിങ് തിയറിയിൽ 10+1 ഡയമെൻഷൻസ് പോസിബിളാണ്. അത് വന്നാലേ ഗണിതശാസ്ത്ര മോഡലുകൾ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ശരിയായി വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിന് ഈ ഒരു ആർഗ്യുമെൻറ്റിന് അനേകായിരം ഫിസിസിസ്റ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ 10+1 എന്ന് പറയുന്ന വിശ്വത്തിൻ്റെ ഈ മോഡലിൽ 3+1 ഡയമെൻഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനർത്ഥം മറ്റ് ഡയമെൻഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ 3+1 ഒന്ന് വിശദമാക്കാം സാർ. 1 എന്ന് പറഞ്ഞ ടൈമാണല്ലേ? അത് 1 ടൈമാണ്. അത് ഐൻസ്റ്റൈൻ തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 3+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എന്താ പറയുക, ഡയമെൻഷൻ ഇപ്പം നമ്മളൊരു ചതുരം വരയ്ക്കുക. ഒരു ചതുരം വരച്ചാൽ അതിന് 2 ഡയമെൻഷനേ ഉള്ളൂ, നീളം വീതി. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യൂബ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കലം എടുക്കുക. ഇതിനൊക്കെ നീളം, വീതി, ഡെപ്ത് അല്ലെങ്കിൽ ഘനം ഉണ്ടാകും. ഇതാണ് 3 ഡയമെൻഷൻ. മനുഷ്യന് 3 ഡയമെൻഷനുണ്ട്. അപ്പോൾ ഈ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നേർരേഖ. ഒരു നേർരേഖ നീളം മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 ഡയമെൻഷനോ? ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ബിന്ദു ആയിട്ടാണ് കണക്കാക്കുന്നത് ശാസ്ത്രത്തിൽ. അപ്പോൾ നമുക്കിവിടെ ഒരു ബിന്ദു, ഡയമെൻഷണൽ പോയിൻറ്റ്, നേർരേഖ 1 ഡയമെൻഷൻ, ഒരു ചതുരം 2 ഡയമെൻഷൻ, നീളം, വീതി, ഘനം 3 ഡയമെൻഷൻ. പിന്നെ നമ്മളൊക്കെ ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 4ാമത്തെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു 4ാമത്തെ ഡയമെൻഷൻ ടൈമാണ് എന്ന് സംശയലേശമന്യേ അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് സംബന്ധിച്ചിട്ടുള്ള ധാരാളം ഗണിതശാസ്ത്ര മോഡലുകളൊക്കെ ഇറക്കുകയും ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പൊതുവേ അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ് ഈ 4 ഡയമെൻഷൻ എന്നുള്ളത്.
സത്യത്തിൽ നമുക്കെല്ലാവർക്കും 4 ഡയമെൻഷൻ എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ രേഖ വരയ്ക്കുന്നുണ്ട്, സ്ക്വയർ വരയ്ക്കുന്നുണ്ട്, സർക്കിൾ വരയ്ക്കുന്നുണ്ട്, അങ്ങനെ 2 ഡയമെൻഷൻ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം ഹോളോഗ്രാഫിക് തത്വമാണ്. അപ്പോൾ അത് വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് വിവിധ ഡയമെൻഷനിൻ്റെ കാര്യം. അടുത്ത ചോദ്യം 5th ഡയമെൻഷൻ എവിടെയാണെന്നുള്ളതാണ്. ധാരാളം റിസർച്ച് ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ സയൻറ്റീസിന് കൃത്യമായിട്ട് പ്യൂർ സയൻസിന് കൃത്യമായിട്ട് 5th ഡയമെൻഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് കലാബിയാവു ഷേപ്പ് എന്നും പറഞ്ഞ് ഒരു മോഡലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള മാത്തമാറ്റിക്കൽ സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. പല സയൻറ്റിസ്റ്റ് ഇത് അംഗീകരിക്കുന്നുണ്ട്. ഈ കലാബിയാവു ഷേപ്പ് എന്ന് പറയുന്നത് വിവിധ പ്രപഞ്ചങ്ങളുടെ മോഡലുകൾ അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയമെൻഷനെ കുറിച്ച് പറയാനൊക്കും. ബാക്കി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സങ്കീർണത കലർന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 10+1 ഡയമെൻഷൻസ് ഉണ്ടെന്ന് ഒരു കാര്യം കൂടെ പറയാം. സ്വീഡനിൽ ഒരു ഓൺഗോയിങ് പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അത് ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഈ ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മസ്തിഷ്കം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ശാസ്ത്രജ്ഞന്മാരുടെ, ന്യൂറോ ശാസ്ത്രജ്ഞന്മാർ, ഫിസിസിസ്റ്റ്, അങ്ങനെയുള്ള ധാരാളം ശാസ്ത്രജ്ഞന്മാർ കൂടിയാണ് ഈ ഗവേഷണം നടത്തിപ്പോരുന്നത്. ഒരു കാര്യം പറയട്ടെ, 1950 അതിനോടടുത്ത കാലഘട്ടങ്ങളിൽ നിന്നോ സയൻസ് ഇപ്പം വളരെ മാറിയിരിക്കുകയാണ്. എല്ലാ സയൻറ്റിഫിക് പ്രോജക്റ്റും ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ പ്രയത്നമാണ്, 1-2 ശാസ്ത്രജ്ഞരല്ല. അതിൻ്റെ റിസർച്ച് ഹെഡായിട്ട് ഒരാൾ കാണും, പിന്നെ മറ്റു പലരും കൂടിയാണ് ഇത് ഗവേഷണം ചെയ്യുന്നത്. ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റിൽ അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ എവല്യൂഷണറി പാതയിൽ കൂടി എപ്രകാരം മനുഷ്യൻ ഇവിടെ വന്നെത്തി എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം ഡേറ്റകൾ നമുക്കിന്ന് ലഭ്യമാണ്. അങ്ങനെ എലികളിൽ തുടങ്ങിയ പരീക്ഷണം, എലികളുടെ മസ്തിഷ്കത്തിൽ തുടങ്ങിയ പരീക്ഷണം ഹ്യൂമൻ ബ്രെയിനിൽ വരെ ചെന്നു. ഇതെല്ലാം കമ്പ്യൂട്ടർ മോഡലുകളാണ്, അല്ലാതെ എന്താ പറയുക സോളിഡ് ആയിട്ടുള്ളൊരു മോഡൽ അവരുണ്ടാക്കിയില്ല. ആദ്യം ബ്ലൂ പ്രിൻ്റ്, പിന്നീടാണ് സോളിഡ് മോഡൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇലോൺ മസ്ക് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ബന്ധപ്പെട്ട അധികാരികളോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് ആൻ ആർട്ടിഫിഷ്യൽ ബ്രെയിൻ ഇറ്റ് സീംസ്. അതിന് ചില കാരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റിൽ അവർ ശാസ്ത്രജ്ഞർ ഒരു കാര്യം ചെയ്തു, ഒരു പ്രത്യേക പൾസ് ബ്രെയിൻ കൊടുത്തപ്പോൾ എങ്ങനെ ന്യൂറോൺസ് അതിനോട് പ്രതികരിക്കും എന്നുള്ളത്. അപ്പോഴുണ്ട് ഈ ബ്രെയിനിൻ്റെ ഏതാനും ന്യൂറോൺ ശൃംഖലകൾ പല പല ഡയമെൻഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സിഗ്നൽസ് കാണിക്കാൻ തുടങ്ങി. ഈ ശാസ്ത്രജ്ഞർ അന്തം വിട്ടുപോയി. സാധാരണതയിൽ മനുഷ്യ മസ്തിഷ്കം ദൃശ്യ പ്രപഞ്ചത്തിനെ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ. നമുക്ക് 5 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന വിവിധ എക്യുപ്മെൻറ്റ്സ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ്, ഇതുകൊണ്ടൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് ആകെപ്പാടെ 4 ഡയമെൻഷനിലുള്ള വേൾഡേ ഉള്ളൂ. സകല ഡേറ്റയും 4 ഡയമെൻഷനിൽ നിന്ന് വന്നതാണ്. പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ന്യൂറോൺസിൻ്റെ അഗാധ തലങ്ങളിൽ 5, 6, 7 തലങ്ങളുള്ള ന്യൂറോൺ ക്ലിക്കുകളാണ് തുറക്കപ്പെട്ടത്. അത് തുറക്കപ്പെട്ടിട്ടില്ല. അവിടെയാണ് യോഗശാസ്ത്രം വരുന്നത്. ഒന്ന് മനസ്സിലാക്കിക്കണം, നമ്മുടെ യോഗശാസ്ത്രം കൊണ്ടുവരുന്നത് ഇപ്പോൾ പ്രാണായാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണിക്കൂറുകളോളം ധ്യാനാവസ്ഥയിൽ കയറി കഴിയുമ്പോൾ ഈ മസ്തിഷ്കത്തിൻ്റെ അഗാധ തലങ്ങളിലുള്ള ന്യൂറോൺസ് തുറക്കപ്പെടുകയാണ്. അങ്ങനെ അവർക്ക് എല്ലാവിധ ഡയമെൻഷൻസിൻ്റെയും യോഗിക് എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളതാണ് ഭാരതീയ വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിൽ പറയുന്നത്. അതിനൊരു ഉപോത്ബലകമായ തെളിവാണ് ഈ ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റ്. ഇന്നിപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ എക്സ്റ്റൻഷനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഗൂഗിൾ മനുഷ്യ മസ്തിഷ്കമായിട്ട് ഷെയർ ചെയ്തു പോകുന്ന വലിയൊരു സംവിധാനമാണ്. ആർക്ക് വേണമെങ്കിലും ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റ് സെർച്ച് ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വിശദമായി പഠിക്കാം. അപ്പോൾ ഹോളോഗ്രാഫിക് തത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 10+1 ഡയമെൻഷൻസ് പോസിബിളാണ് എന്നുള്ള ശാസ്ത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
പക്ഷേ അതിന് സപ്പോർട്ടായിട്ട് ഇപ്പം വന്നിരിക്കുന്നത് എന്താണ്, ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റാണ്. ദ ബ്ലൂ ബ്രെയിൻ പ്രോജക്റ്റ് pinpoints through computer models that it is possible that humans can identify up to 7 dimensions. ഇതാണ് ഇനി നമുക്ക് ഹോളോഗ്രാഫിക് തത്വത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രതിമയുടെ സകല ഭാഗങ്ങളും നമുക്കൊരു 2 ഡയമെൻഷണൽ പ്രതലത്തിലേക്ക് ആലേഖനം ചെയ്യപ്പെടാം. അങ്ങനെ ആലേഖനം ചെയ്യപ്പെട്ടാൽ അതിലെ ഓരോ ബിന്ദുവും ഈ പ്രതിമയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ നമുക്കൊരു പ്രതിമയുടെ എന്താ പറയുക, ഇത് ഈ ഒരു 2 ഡയമെൻഷണൽ മോഡലുണ്ടെങ്കിൽ, ഈ ഹോളോഗ്രാഫിക് മോഡലുണ്ടെങ്കിൽ അതിലെ ഒരു ബിന്ദു എടുത്ത് ഇപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോ മറ്റാർക്ക് വേണമെങ്കിലും അതിൽ ഒരു കേസന്വേഷണത്തിന് സംബന്ധമായ ഒരൊറ്റ ബിന്ദു എടുത്താൽ മതി, ആ പ്രതിമയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഹോളോഗ്രാഫിക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ DNA ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങൾക്കും ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓരോ ആൾക്ക് അത് കണ്ടുപിടിക്കാൻ നോക്കും. ഇത് വളരെ അഡ്വാൻസ്ഡ് സയൻസാണ് ഇത്. അപ്പോൾ ഈ പ്രപഞ്ചവും, അങ്ങയുടെ ചോദ്യം, പ്രപഞ്ചവും മനുഷ്യനും മാക്രോക്രോസം മൈക്രോക്രോസം റിലേഷൻഷിപ്പാണ്. ഇതിലെ മാക്രോക്രോസം റിലേഷൻഷിപ്പ് വളരെ സങ്കീർണതയുള്ളതാണ്. അത് നമുക്ക് കുറച്ചുകൂടെ ലഘുവായി വിവരിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചകോശ തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് മനുഷ്യൻ 5 എനർജി ബോഡീസാണ് എന്നുള്ളതാണ് അതെ അഥർവവേദത്തിൻ്റെ ഉപശാഖയായ ആയുർവേദം പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊരു കോശമൊന്നും മൈക്രോസ്കോപ്പിൻ്റെ കീഴിലോ വളരെ ഗഹനമായ മെഷർമെൻറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും മെഡിക്കൽ ഡോക്ടേഴ്സ് ആരും കാണുന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് 5 കോശങ്ങളുണ്ടെന്ന് പറയുമ്പോഴേ അവർ ടിഷ്യൂ ആണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അതല്ല. നമുക്ക് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ 5 കോശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? അത് ശരിയാകണമെന്നുണ്ടെങ്കിൽ ഡെത്ത് പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡെത്ത് എന്നുള്ളത് സത്യത്തിൽ അതും ഒരു അപസജ്ഞയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് മലയാളത്തിൽ മരണം എന്ന വാക്ക് നമ്മൾ ഇനിയും തൊട്ട് ഉപയോഗിക്കേണ്ടതായിട്ടില്ല. ദേഹവിയോഗം എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ധാരാളം ഡേറ്റകൾ വന്നു കഴിഞ്ഞു. ട്രാൻസ്ഫർ ഓഫ് എനർജി, അത് അവസ്ഥാന്തരം. ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറുന്നതിനാണ് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മരണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പല പരീക്ഷണങ്ങളും നടന്നു. എൻ്റെ ഈ പുസ്തകത്തിൽ 10 പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ നിലനിൽപ്പ്, അതായത് ദേഹവിയോഗത്തിന് ശേഷം മനുഷ്യൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്. അതിലൊരെണ്ണമാണ് വളരെ പ്രധാനപ്പെട്ട പരീക്ഷണം. ഡോക്ടർ ശ്യാം പ്രാണിയുടെ കീഴിൽ UK-യിലെ ഹോസ്പിറ്റലിൽ നടത്തിയ പരീക്ഷണം. വളരെ സുപരിചിതമായ പരീക്ഷണമാണ്. സർവകലാശാലയുടെ കീഴിൽ നടത്തിയ പരീക്ഷണമാണ്. അപ്പോൾ ആ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായി, അതായത് ഹാർട്ട് നിന്നുപോയ പേഷ്യൻസിൽ അവർക്ക് ഉത്തേജനം കൊടുത്ത് റീസസിറ്റേഷൻ നടത്തി അവരെ ജീവിപ്പിച്ചിട്ട് 2000 ശേഷം പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഓസ്ട്രിയ, ഇംഗ്ലണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിൽ നടത്തിയ ഒരു പരീക്ഷണമാണിത്. അനേകം വർഷങ്ങളെടുത്താണ് ഈ പരീക്ഷണം കംപ്ലീറ്റ് ചെയ്തത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവരിൽ 1% പേർക്കേ ഇത് കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവർ ഒരു പക്ഷേ ഡ്രഗ്ഡ് ആയിരുന്നായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു മറ്റു രീതിയിലുള്ള സ്ലീപ്പിംഗ് കണ്ടീഷൻസ് ആയിരുന്നിരിക്കാം. ഞങ്ങൾ അങ്ങനെ ശരീരം വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരാൾ പറഞ്ഞു, ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിലിരിക്കുകയായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്തെല്ലാം കണ്ടു? അപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ സർജനും മെഡിക്കൽ സ്റ്റാഫുമായിട്ടുള്ള സംസാരമൊക്കെ ഇങ്ങനെയായിരുന്നു, അതൊക്കെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി പേര് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. ആ അനുഭവങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ വീഡിയോ ക്യാമറയും സകലതുകൊണ്ട് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. ഈ സർജൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗോൾഡൻ പേന താഴെ വീണു. ആ താഴെ വീണ് അത് എടുക്കാൻ പോയി. അതുവരെ ആ ഇൻസിഡൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ മരണശേഷം ജീവിതം അറ്റ്ലീസ്റ്റ് 4 to 5 മിനിറ്റ്സ് നേരം നിലനിൽക്കുന്നുള്ളതിന് ഉള്ള ഒരു ഹാർഡ് ഡേറ്റയായിട്ട് അത് മാറി.
ഇന്ന് വളരെ അറിയപ്പെടുന്ന ഒരു പരീക്ഷണ റിസൾട്ടാണത്. അപ്പോൾ ഇതിനകത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരം നിലനിൽക്കുമെന്നുള്ളതാണ്. സൂക്ഷ്മ ശരീരത്തെ നമ്മൾ ക്ഷേത്രമണ്ഡലമായിട്ടാണ് കണക്കാക്കേണ്ടത്, ദ ഫീൽഡ് വിതിൻ അസ്. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പഞ്ചകോശ തത്വങ്ങളെ ശാസ്ത്രീയമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇതൊന്നും എല്ലാ ശാസ്ത്രജ്ഞരുടെ അടുക്കലും പൂർണ്ണ അംഗീകാരമുള്ളതല്ല. മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെ ഇപ്പോഴും ഇത് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാശ്ചാത്യ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഇതിന് പ്രചാരം ശ്രദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ മൈക്രോകോസം മാക്രോകോസം റിലേഷൻഷിപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ പഞ്ചകോശ തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. ആ പഞ്ചകോശ തത്വത്തിൻ്റെ കോർ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ എന്താ അതിബോധാവ് അല്ലെങ്കിൽ എന്താ പറയുക വെർച്വൽ ആൻഡ് സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ് ഈ ആത്മാവെന്ന് പറയുന്നത്. സത്യത്തിൽ വെർച്വൽ ആൻഡ് സബ്ജക്റ്റീവ് ഫീലിംഗ്, മറ്റു പല നിർവചനങ്ങളും നമുക്ക് ശാസ്ത്രീയമായിട്ട് കൊടുക്കാം. ഇതൊരു വെർച്വൽ ഫീൽഡാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഈ ഓരോ മൈക്രോകോസംസ് ആണെന്ന്. പക്ഷെ സത്യത്തിൽ അതൊരു മിഥ്യയാണ്. നമ്മളെല്ലാവരും പ്രപഞ്ച മനസ്സുമായിട്ട് ഘടിപ്പിക്കപ്പെട്ട ഒറ്റ ശൃംഖലയാണ്. അത് പറയാനാണ് നമ്മൾ 2018 സയൻറ്റിഫിക് അമേരിക്കൻ 2018 മെയ് 29 ഒരു സ്പെഷ്യൽ ഇഷ്യൂ ഇറക്കി. അതിൽ ഡോക്ടർ കഫത്തോസ്, ഡോക്ടർ മിനാസി, അങ്ങനെ പല പ്രസിദ്ധരായ ക്വാണ്ടം സൈദ്ധാന്തികരും സെൻ ഗവേഷകരും കൂടെ വസ്തുനിഷ്ഠമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 1990 മുതൽ 2017 വരെ തുടർച്ചയായി നടത്തിയുള്ള പരീക്ഷണങ്ങളുടെ ഫലമായി ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, പ്രപഞ്ചം മുഴുവൻ ഒരു മെൻറ്റേഷനിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഈ മെൻറ്റേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ഉടനെ വിചാരിക്കും നമ്മുടെ മൈൻഡിൻ്റെ കാര്യം. അല്ല, പ്രപഞ്ച മനസ്സ് നമ്മുടെ മൈൻഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രോസസ്സാണത്. അപ്പോൾ അതൊരു ഹ്യൂജ് മൈൻഡ് ഫീൽഡാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വേദാന്ത തത്വങ്ങളുമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈൻഡ് ഉണ്ടെങ്കിൽ മൈൻഡിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന, പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയും ഉണ്ടാകണമല്ലോ. അതാണ് പഞ്ചകോശ തത്വങ്ങളെ ഒരു സാധൂകരിക്കാനായിട്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു പടിയും കൂടെ ഇത് ചിന്തിച്ചാൽ നമ്മളൊരു ഈ 5 എനർജി ബോഡീസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ മെന്നിങ്ങർ ഫൗണ്ടേഷനൊക്കെ ഈ കാര്യത്തിൽ USA മെന്നിങ്ങർ ഫൗണ്ടേഷൻ. ഡോക്ടർ എൽമ ഗ്രീൻ, ആലീസ് ഗ്രീനാണ് ഗവേഷണ ഹെഡായിരുന്നത്. അവരിപ്പോഴും ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ബിയോണ്ട് ബയോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഈ 5 എനർജി ബോഡീസിൽ നമ്മുടെ അകത്തുള്ളത് എന്താ പറയുക, ആത്മാവ് അല്ലെങ്കിൽ ആനന്ദമയം എന്നുള്ളതാണ്. സയൻസ് അതിനെ കാണുന്നത് ഇൻഫർമേഷൻ ഫീൽഡ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഇൻഫർമേഷൻ ഫീൽഡ്? അത് ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് ഇൻ്റലിജൻസ്, അത്രയേ ഉള്ളൂ. സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സവിശേഷത, ബുദ്ധി സവിശേഷത. അത് തന്നെയാണ് സച്ചിത് ആനന്ദം എന്ന് പറയുന്ന വേദാന്തത്തിൽ പറയുന്ന പ്രയോഗം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഫീൽഡ് 1940-കളിലാണ് വന്നത്. അതിനെക്കുറിച്ച് ധാരാളം പഠനം നടത്തിയിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് 2 പാർട്ടിക്കിൾസ്, 2 തന്തുക്കൾ, ഊർജ്ജ തന്തുക്കൾ കൂട്ടിമുട്ടുമ്പോൾ അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ എൻ്റെ ദേഹത്ത് അനേകം പാർട്ടിക്കിൾസ് വന്നും മുട്ടിയും തട്ടിയും പോകുന്നുണ്ട്. അതൊക്കെ എൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ടും, അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഇതൊരു കോൺഷ്യസ് പ്രൊസീജിയർ അല്ല. പക്ഷേ നമ്മുടെ വലതു മസ്തിഷ്കത്തിലുള്ള സിസ്റ്റം, ദാറ്റ് ഈസ് റൈറ്റ് ബ്രെയിൻ, ഇതിനെ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ട് പലതും അതിന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ കോൺഷ്യസ് ആയിട്ട് നമുക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ ഇൻഫർമേഷൻ ഫീൽഡാണെന്നുള്ള സയൻസ് ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഈ സെൽഫ് അവെയർനെസ്, അവബോധം, അഡ്വാൻസ്ഡ് അവബോധം എന്നുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ആത്മാവ് എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ടൊന്ന് വിശദീകരിക്കാൻ സാധിക്കും. പക്ഷേ സമ്പൂർണ്ണമല്ല. അതിലൊക്കെ പല ഇൻപുട്ടും വന്നാലേ ഇനി അത് ശരിയാവുള്ളൂ. ശാസ്ത്രത്തിലെ എല്ലാ കാര്യങ്ങളും പരീക്ഷണം കൊണ്ടാണ് തെളിയിക്കപ്പെടേണ്ടത്. അത് ആവർത്തിക്കുകയും വേണം, മെഷർ ചെയ്യുകയും വേണം, ആവർത്തിക്കപ്പെടുകയും വേണം, ഒരേ റിസൾട്ട് കിട്ടണം, പ്രവചിക്കാനും സാധിക്കണം. അങ്ങനെ പ്രവചിക്കപ്പെടുന്ന ഈ ശാസ്ത്രീയ വസ്തുതകൾ നമ്മുടെ മനുഷ്യനും പരിസരത്തിനുമൊക്കെ പ്രയോജനപ്പെടണമെന്നാണ് ശാസ്ത്രം
അനുശാസിക്കുന്നത്. ഈ നമ്മുടെ പഞ്ചകോശ തത്വം എടുത്തു കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയ ചിന്താ പരീക്ഷണത്തിലേക്ക് പോകാം. ആ ചിന്താ പരീക്ഷണം നമ്മളൊരു സിലിണ്ടർ കണക്കിലെടുക്കുക. ആ സിലിണ്ടറിൻ്റെ പുറത്ത്, അല്ല സിലിണ്ടറിൻ്റെ സ്ഫിയർ ആയിരിക്കും ഏറ്റവും നല്ലത്. സ്ഫിയർ എടുക്കുക, ഒരു സ്ഫിയർ. അതാണ് നമ്മുടെ കോർ എന്ന് പറയുന്ന എനർജി ബോഡി. നമ്മളിപ്പോൾ പറഞ്ഞ അവബോധം, വെർച്വൽ ആൻഡ് സബ്ജക്റ്റീവ് ഫീൽഡ്. അതിൻ്റെ പുറത്ത് വേറൊരു സിലിണ്ടർ ഷെൽ. അതെന്താണ്? ഈ പറയുന്ന ആനന്ദമയ കോശം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്താണ് കിടക്കുന്നതെന്ന് മനസ്സിലായി. ഇതൊക്കെ എനർജിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇത് അങ്ങോട്ട് പ്രത്യേകം വേർതിരിപ്പിക്കപ്പെട്ടതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. പക്ഷേ അകത്തോട്ട് ചെല്ലും തോറും ഈ പറയുന്ന അവബോധം, ശുദ്ധ അവബോധം എന്നുള്ള അവസ്ഥയിലേക്ക്, അതിൻ്റെ പുറത്തുള്ളതാണ് ഈ പറയുന്ന ഫീൽഡ്. അതിൻ്റെ പുറത്താണ് നമ്മുടെ മെൻ്റൽ ഫീൽഡ്. അതിൻ്റെ പുറത്താണ് ഈ പറയുന്ന പ്രാണമയ കോശം. അതിൻ്റെ പുറത്ത് നമ്മുടെ അന്നമയ കോശം. ഇങ്ങനെ നമ്മൾ കണക്കാക്കിയാൽ നമുക്ക് എത്ര സ്ഫിയറുണ്ട്? നടുക്കൊരു സ്ഫിയറും അതിന് ചുറ്റുമുള്ള 4 റീജിയനും. ഈ നടുക്കുള്ള സ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് എപ്പോഴും വ്യാപിക്കാനായിട്ട് അത് വെമ്പൽ കൊള്ളുകയാണ്. ആ വ്യാപനം പരിസമാപ്തിയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ പ്രകാശന അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ഉള്ളിലെ, ഞാൻ അതിനൊരു പേര് കൊടുത്തിരിക്കുന്നത് ഡിവൈൻ ഫോട്ടോണിസിറ്റി ഇൻ മാൻ എന്നാണ്. ചിന്തിച്ച് നോക്കാം. അപ്പോൾ അതിനകത്ത് ഫോട്ടോണിസിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫോട്ടോണിന് എല്ലായിടത്തേക്കും വ്യാപിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതേസമയം തരംഗമായും പാർട്ടിക്കിളായിട്ട് മാറാനുള്ള കഴിവുമുണ്ട്. ഇതാണ് ഭൗതിക ഫോട്ടോണിൻ്റെ കഴിവ്. അപ്പോൾ അതിനകത്ത് ഡിവിനിറ്റി എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രപഞ്ചാരംഭം തൊട്ട് വന്നിരിക്കുന്ന ഒരു മഹാസത്തയുടെ സോഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന ബ്രഹ്മകണമാണ്. അതാണ് ദ ഡിവൈൻ ഫോട്ടോണിസിറ്റി ഇൻ മാൻ എന്നാണ് എൻ്റെ വിവക്ഷ. ഇത് വിമർശിക്കപ്പെടട്ടെ, അംഗീകരിക്കട്ടെ, ചർച്ചയാവട്ടെ, ഇതേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ ഞാനും തയ്യാറല്ല. ആ കാര്യത്തിൽ ഞാനും വളരെ വളരെ സ്ട്രിക്റ്റ് ആറ്റിറ്റ്യൂഡുള്ളതാണ്. അപ്പോൾ ഈ ഡിവൈൻ ഫോട്ടോണിസിറ്റിയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യാപനത്തിൻ്റെ ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു 99% ആൾക്കാർക്കും അതിൻ്റെ അകത്തുള്ള വിജ്ഞാനമയ കോശം പോലും വളരെ വീക്കാണ്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, വ്യാപനത്തിന് തടസ്സം നിൽക്കുന്നതാണ്. വിജ്ഞാനത്തിൽ കൂടി മാത്രമേ നമുക്ക് പല കാര്യങ്ങളും അറിയാനൊക്കെയുള്ളൂ. അറിവാണ് ആദ്യം തുടങ്ങും. പിന്നെ അതിൻ്റെ പുറത്തുള്ള മനോമയ കോശമാണ്. സാർ, ഞാൻ ചെറുതായിട്ടൊന്ന് ഇടപെടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പഞ്ചകോശങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മുമ്പേ 2 കാര്യങ്ങളിലൊരു ക്ലാരിറ്റി. സാർ, ഈ ഹോളോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ വന്നൊരു ഐഡിയയാണ്. ഹോളോഗ്രാം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ സാർ പറഞ്ഞു ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഇതുപോലെ DNA ഉൾപ്പെടെയുള്ള അതിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഭാരതീയ വേദാന്തത്തിൽ ബിന്ദു ക്ഷണം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ സാറ് ടൈമിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ടൈം യഥാർത്ഥത്തിൽ ഉണ്ടോ അതോ ടൈം ഇല്ലയോ? ടൈം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടായതാണെങ്കിൽ അതിന് മുമ്പ് ടൈം ഇല്ലാത്തൊരു കാലം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് റിയലി ബിയോണ്ട് അവർ ഇമാജിനേഷൻ. അപ്പോൾ ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് സാർ ശാസ്ത്രത്തിൻ്റെയും ഭാരതീയ ആത്മീയതയുടെയും കാഴ്ചപ്പാടിൽ ചുരുക്കുമെന്ന് പറയാമോ? നോക്കട്ടെ, ശ്രമിക്കാം. ഇത് വളരെ ഒരു കോംപ്ലക്സ് സബ്ജക്റ്റാണ്. ഞാനൊരു ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അധ്യാപകനായതുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ലളിതമായി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതാണ് എൻ്റെ ഒരു നേട്ടം. പിന്നെ 10, 20, 25 വർഷം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വായിക്കുകയും കുറച്ചൊക്കെ പഠിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളതുകൊണ്ട് മറ്റൊരു സാധാരണക്കാരെക്കാളും ഒരു ശകല അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഐൻസ്റ്റൈൻ വിവിധ സമയങ്ങളിൽ ടൈമിനെക്കുറിച്ച് വിവിധ രീതിയിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപേക്ഷിക തത്വമാണല്ലോ, ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ സ്ഥലകാല പ്രപഞ്ചം എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ഈ കാലം എന്നുള്ള സ്ഥലം, കാലം, പ്രപഞ്ചം. അപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് റീജിയൻ ഇൻ സ്പേസ് ടൈം. കാലം എന്നുള്ളതാണ് ഇതിനകത്ത് മലയാള ഭാഷയിൽ വന്നിരിക്കുന്ന ടൈമിനെ കുറിച്ചുള്ള ഒരു സൂചിക. പിന്നെ പ്രപഞ്ചം. അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു, ദ ടൈം ഈസ് വാട്ട് യുവർ ക്ലോക്ക്സ് ടെൽസ് യു. അപ്പോൾ ഉടനെ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ 3 or 4 ടൈം സോണുണ്ട്.
ഏതാണ്ട് 1500 കിലോമീറ്റർ ലാറ്റിറ്റ്യൂഡിൻ്റെ ഇടയിലുള്ളതാണ് ഒരു ടൈം സോൺ. അത് നമ്മുടെ ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. റഷ്യയിൽ അത് 4 ഉണ്ട്. എല്ലാ വിസ്തൃതമുള്ള രാജ്യങ്ങളിലും അനേകം ടൈം സോൺസ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്ത് നമുക്കറിയാം എങ്ങോട്ടാണ് നമ്മൾ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത്, പക്ഷേ എർത്തിൻ്റെ റൊട്ടേഷൻ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 24 ലാറ്റിറ്റ്യൂഡായിട്ടാണ് എർത്തിൻ്റെ സർഫസിനെ തിരിച്ചിരിക്കുന്നത്. 24 രേഖകൾ, വളഞ്ഞ രേഖകൾ നിങ്ങൾ മറ്റേ ഭൂഗോളത്തിൻ്റെ മോഡൽ കണ്ടു കാണും. അപ്പോൾ ഈ 24 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി തിരിയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെയാണ് 24 മണിക്കൂർ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ടൈമും ഗ്രീൻവിച്ചിലുള്ള ടൈമുമായിട്ട് വ്യത്യാസമുണ്ട്. എത്രയാ ഒരു സെർട്ടൺ നമ്പർ ഓഫ് അവേഴ്സ്. അങ്ങനെ ഭൂമിയുടെ പ്രതലത്തിൽ സമയം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ പ്രതലത്തിൽ ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായ സമയമാണ് ക്ലോക്ക് കാണിക്കുന്നത്. ഇതെന്തുകൊണ്ടുണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ റൊട്ടേഷനാണ്. ആ റൊട്ടേഷൻ കൊണ്ട് ഭൂമിയിൽ പതിക്കുന്ന സൂര്യരശ്മി പല രീതിയിലുള്ള ടൈമിന് കാരണമായിട്ട് തീരുന്നു. അങ്ങനെയാണ് നമ്മുടെ സെൻസസ് ടൈമിനെ എന്താ പറയുക ആഗീരണം ചെയ്തിരിക്കുന്നത്, മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ പിന്നെ വേറൊരു അവസരത്തിൽ ഐൻസ്റ്റീൻ പറഞ്ഞു, നിങ്ങൾ ടൈമിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തോട്ട് എക്സ്പെരിമെൻ്റ് മുഖാന്തരം ഓരോ ക്ലോക്കുകൾ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അത് വളരെ എളുപ്പമാണ്. നമ്മൾ ആൻഡ്രോമിഡ ഗാലക്സിയിൽ ഒരു ക്ലോക്ക് വെച്ചു, അടുത്തുള്ള മിൽക്കി വേ ഗാലക്സിയിൽ ഒരു ക്ലോക്ക് വെച്ചു. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗത്ത് നമ്മൾ ക്ലോക്ക് വെച്ച് കഴിയുമ്പം ഓരോ ക്ലോക്കിലും ഓരോ സമയമായിരിക്കും. അപ്പോൾ സമയം എന്നുള്ളത് ആപേക്ഷികമായ ഒരു കാര്യമാണ്. അത് ഒരു പേപ്പറിൻ്റെ 2 വശം പോലെയാണ്. ഒരു പേപ്പറിൻ്റെ ഒരു വശം മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ഥലകാല പ്രപഞ്ചത്തിലെ സ്ഥലം പ്രപഞ്ചം എന്ന് മാത്രമായിട്ട് പറ്റില്ല, ടൈമും കൂടെ ഉണ്ടാകും. ടൈം എപ്പോഴും മുന്നോട്ടേ യാത്ര ചെയ്യുള്ളൂ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പിന്നെ ഐൻസ്റ്റൈൻ്റെ നമുക്കറിയാമല്ലോ സാമാന്യ ആപേക്ഷികതയും സ്പെഷ്യൽ ആപേക്ഷികതയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐൻസ്റ്റൈൻ ചില തോട്ട് എക്സ്പെരിമെൻ്റ് പറഞ്ഞു, അതൊക്കെ ശരിയാണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ക്ലോക്കുകൾ പല വേഗതകളിൽ ഓടിച്ച് അങ്ങനെ ഒരു പരീക്ഷണം അതേ നടന്നില്ലേ സാർ? അതെ, അത് നടന്നു. അത് സിങ്ക്രണൈസ്ഡ് ക്ലോക്ക്സ്, അതായത് ഒരേ സമയം കാണിക്കുന്ന ക്ലോക്ക്. അതെ, അത് ബിജു ഈസ് മേക്കിംഗ് എ പോയിന്റ്. അത് 1972 ഐൻസ്റ്റൈൻ്റെ പ്രവചനങ്ങൾ ശരിയാകാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാനായിട്ട് നാസ നടത്തിയ ഒരു പരീക്ഷണമാണ്. 1930 കാലങ്ങളിൽ ഐൻസ്റ്റൈൻ ടൈമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ 2 സിങ്ക്രണൈസ്ഡ് ക്ലോക്കുകൾ വെച്ചു. അപ്പോൾ അതിലൊരു ക്ലോക്ക് ഭൂമിയിലും മറ്റൊരു ക്ലോക്ക് എയർക്രാഫ്റ്റിലും വെച്ചു. ഈ എയർക്രാഫ്റ്റിന് മൊത്തം എർത്തിൻ്റെ സർക്കംഫറൻസ് താണ്ടാൻ പറ്റും. 40,000 കിലോമീറ്ററാണ് എർത്തിൻ്റെ സർക്കംഫറൻസ്. 44,000 കിലോമീറ്റർ ഉള്ള ഒരു സർക്കംഫറൻസിൽ കൂടെ ഈ പറയുന്ന എയർക്രാഫ്റ്റിനെ ഫ്ലൈ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അത് പെട്ടെന്ന് ഇറക്കി ഈ ക്ലോക്കിലും ആ ക്ലോക്കിലുള്ള സമയ വ്യത്യാസം നോക്കിയപ്പോൾ ഒരു ചെറിയ നേരിയ വ്യത്യാസം കണ്ടു. അത് പിന്നെ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ഐൻസ്റ്റൈൻ്റെ പ്രവചനം ശരിയാണെന്നു. അതിൻ്റെ അർത്ഥം അതാണ് ഈ ട്വിൻ പാരഡോക്സ് എന്ന് പറഞ്ഞ ഒരു ചിന്താപരീക്ഷണം ഐൻസ്റ്റൈൻ കൊണ്ടുവന്നു. ഈ ശാസ്ത്രലോകത്തെ വളരെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹത്തിൻ്റെ IQ 160+ ഒക്കെ ആയിരുന്നു. ഈ പാരഡോക്സിനെ കുറിച്ച് ഹോക്കിങ്സും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അതാണ് ടൈം പാരഡോക്സ്. ഒരു ട്വിൻ ബ്രദേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ. ട്വിൻ ബ്രദേഴ്സ് ഭൂമിയിൽ ഏത് പ്രതലത്തിൽ ഏത് വീട്ടിൽ ജീവിച്ചാലും അവരുടെ ഏജ് ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഒരാളെ ഇവിടെ വയ്ക്കുകയും വേറൊരാളെ ഇപ്പോൾ സ്പേസ് ക്രാഫ്റ്റിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്കൈ ലാബ് ഉണ്ടല്ലോ, സ്കൈ ലാബിൽ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സഹോദരൻ ഒരു 10 വർഷം കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അയാൾക്ക് ഏജ് കുറവാണ്. എന്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ് കൊണ്ട് ടൈം ഡയലേറ്റ് ചെയ്യപ്പെടുന്നു, ടൈം ചുരുങ്ങും എന്നുള്ളത്. അവിടെയാണ് സത്യത്തിൽ ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഒരു നട്ടലാണ് ഈ പറയുന്ന ടൈമിൻ്റെ നിർവചനങ്ങൾ. അപ്പോൾ ഒരു ഫ്രെയിം, ഇപ്പോൾ അപേക്ഷികയിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഫ്രെയിമാണ്. ഇപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ചുറ്റും നമ്മൾ ഒരു 3
ആക്സിസ് കൊടുക്കും. 3 ആക്സിസ് ഇമാജിനറി ആയിട്ട് കൊടുത്താൽ മതി. ഇമാജിനറി ആയിട്ട് കൊടുത്ത് ചന്ദ്രൻ എങ്ങനെ ഭൂമിക്ക് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മൂൺ ഈസ് റിവോൾവിങ് വിതിൻ എ ഫ്രെയിം XYZ ആക്സിസിൽ. അപ്പോൾ നമ്മൾ ഒരു മൂവ് ചെയ്യുന്ന ഒരു വലിയ റോഡ് എടുക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പലക എടുത്തോളൂ, ഒരു 50 മീറ്റർ നീളം 10 മീറ്റർ വീതിയുള്ള നല്ല സ്പീഡിൽ പോകുന്ന ഒരു പലക, ഒരു ചിന്താവിഷയമാണ്. അതിങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൽ ടൈം ഡയലേറ്റ് ചെയ്യപ്പെടും, ടൈം ചുരുങ്ങി വരും. അതെന്താണെന്ന് വെച്ചാൽ ആ ഐൻസ്റ്റൈൻ നിർമ്മിച്ച ഇക്വേഷൻ്റെ ഒരു പരിണിത ഫലമാണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിയുമ്പോഴാണ് ഈ ചുരുങ്ങൽ കിട്ടുന്നത്. അപ്പോൾ ചുരുങ്ങി കഴിയുമ്പോൾ അവസാനം ഈ പലക പ്രകാശത്തിൻ്റെ സ്പീഡിനോട് വളരെ അടുത്ത് വരും. അപ്പോൾ ഐൻസ്റ്റൈൻ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഒരു വസ്തുവിനും പ്രകാശത്തിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ടൈം ഡയലേഷന് അവിടെ ഒരു പരിസമാപ്തി വരികയാണ്. ടൈം ചുരുങ്ങും, അവിടെ വളരെ ചുരുങ്ങും. പക്ഷേ പ്രകാശത്തിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവിടെ ആണ് ഐൻസ്റ്റൈൻ അത് നിർത്തിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കുറച്ച് സങ്കീർണത നിറഞ്ഞ കാര്യങ്ങളും കൂടെയുണ്ട്, അത് നമുക്ക് അവിടെ നിർത്തിയാൽ മതി. അപ്പോൾ ടൈമിനെക്കുറിച്ച് ഐൻസ്റ്റൈൻ പറഞ്ഞ മൂവ്മെൻറ്റ് കൊണ്ടാണ് ടൈം ഉണ്ടാകുന്നതെന്നും ടൈം സ്ഥലകാലത്തിൻ്റെ വേർപെടുത്താൻ സാധിക്കാത്ത ഒരു ഡയമെൻഷനാണെന്നുമാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. പക്ഷേ ഐൻസ്റ്റൈൻ പറഞ്ഞതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു തോട്ട് എക്സ്പെരിമെൻറ്റും കൂടെ പറയാം. ദയവേത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഭൂമിയിൽ അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ ഒരു എനർജി എക്സ്പ്ലോഷനാണ് നിവാഡയിൽ അറ്റോമിക് ബോംബ് പൊട്ടിച്ചത്, അല്ലെങ്കിൽ ജപ്പാനിൽ ഹിരോഷിമയിൽ നടത്തിയ അറ്റോമിക് എക്സ്പ്ലോഷൻ. ഇതിപ്പോൾ നടന്നിട്ട് എത്ര വർഷമായി? 1945 ഉദ്ദേശം എടുത്തു കഴിഞ്ഞാൽ 55, 23 ഉദ്ദേശം 80 വർഷമായിട്ടുണ്ട് അല്ലേ? ഇത് 80 വർഷം പ്രകാശം സഞ്ചരിച്ചിട്ടുള്ള ഒരു ഷെല്ലെടുക്കുക. അത് ഈ ഭൂമി കേന്ദ്രമായുള്ള ഒരു സ്ഥലകാല പ്രപഞ്ചമാണ് നമ്മൾ എടുക്കുന്നത്. അത് 80 വർഷമാണ് അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ല്. ആ 80 വർഷത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ കാണുന്നത് അന്നത്തെ ദിവസം ഇവിടെ ഒരു അറ്റോമിക് എക്സ്പ്ലോഷൻ ഉണ്ടായി എന്നാണ്. 80 വർഷത്തിനകം 70 വർഷത്തിൽ നിരീക്ഷിക്കുന്ന ഒരാൾ നോക്കിക്കഴിയുമ്പോൾ 10 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ പുറകോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിന് വ്യത്യാസം വരും. ഭൂമിയിൽ ഒരാൾ നിന്ന് ഭൂമിക്ക് അടുത്ത് നിന്ന് ഇത് എന്താ പറയുക വീക്ഷിച്ചാൽ ഇത് ഈ പറയുന്ന നമ്പറിൽ വന്നെത്തും, 78-80 വർഷം. ഇനി 80 വർഷത്തിന് പുറത്തെ ഷെല്ലിൽ നിൽക്കുന്ന ഒരു നിരീക്ഷകൻ ഭൂമിയെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ടൈമിൻ്റെ പ്രസക്തി എന്താണ് അവിടെ? അപ്പോൾ അതിന് ഒരുപക്ഷെ അതിനൊക്കെ ചില എക്സ്പ്ലനേഷൻസ് വന്നിരിക്കാം. പക്ഷെ അവിടെ ഒരു ബലഹീനതയുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. സാർ എൻ്റെ കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, അതിൽ ഈ കാപ്രയുടെ ബുക്കിലാണെന്ന് തോന്നുന്നു ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. നമ്മൾ സാധാരണ ഭാരതീയ സങ്കല്പത്തിൽ പറഞ്ഞൊരു എക്സാമ്പിളുണ്ട്. ഭൂമിയിലൊരു കർഷകൻ ദേവേന്ദ്രനെ കാണാൻ പോയൊരു കഥ. അപ്പോൾ ദേവേന്ദ്രൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പാറാവുകാരൻ പറഞ്ഞു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കർഷകൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ വന്നു, ക്ഷമാപണം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുകയാണ്, എനിക്ക് ഒരുപാട് പെൺമക്കളുണ്ട്, വിവാഹം കഴിച്ചേക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറയുമ്പോൾ ദേവേന്ദ്രൻ താഴോട്ട് നോക്കിയിട്ട് പറയുന്നത് അവരൊക്കെ ഇപ്പോഴതൊന്നുമില്ല, അതൊക്കെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് നിങ്ങൾ പറയുന്നൊരു കഥ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ കണക്റ്റഡ് ആയില്ല. ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ കറക്റ്റായി. ടൈം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ശാസ്ത്രീയമായിട്ട് പറയുമ്പോഴത്തേക്കും ടൈം സ്ഥലകാലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിലും അത് കൂടുതൽ വിശകലനത്തിന് വിധേയപ്പെടുമ്പോൾ ടൈം എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ വിസ്ഡം ട്രഡീഷൻസ്, വേദാന്തമാകട്ടെ പുരാണങ്ങളാകട്ടെ ഇതൊക്കെ പറയുന്നത്. ഈ കാലൻ യമൻ എന്ന് പറയുന്ന രണ്ടിലും ഈ ഉള്ള വാക്കും ടൈമിനെ ബന്ധപ്പെടുത്തിയാണ് സാർ. യാമവും കാലവും ബന്ധപ്പെടുത്തിയല്ലേ മഹാകാലം ശിവനെ പറയുന്നത്. ഞാൻ പറയാം അതിനകത്ത് ഇപ്പം ഞാൻ പറയാം ഈ ഒരു കാര്യം കൂടെ പറയട്ടെ. അപ്പോൾ ഒരു തവണ ഐൻസ്റ്റൈനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ സമയം ഇങ്ങനെ വ്യത്യസ്ത പോയിന്റുകളുണ്ടെന്ന്. ഒരു തവണ ഐൻസ്റ്റൈൻ പറഞ്ഞു സമയത്തിന് വ്യത്യസ്ത പോയിന്റുകളുണ്ടെന്നുള്ളത് ശരിയാണ്. ഓരോ ഇവൻറ്റും ഓരോ സമയത്താണ് ഉണ്ടാകുന്നത്. ഇപ്പം ഒരു ഇവൻറ്റും
ഒരേ സമയം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഐൻസ്റ്റീൻ പറഞ്ഞതിനർത്ഥം. ഓരോ ഇവൻ്റ് ഓരോ സ്ഥലകാലത്തിൽ ഓരോ പോയിന്റിലാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഉണ്ടായാൽ അത്രയും സമയം ഭൂമി കറങ്ങിയിരിക്കും, ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ടൈമിനെ വീക്ഷിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, ഐൻസ്റ്റീനോട് ചോദിച്ചു എന്താ, പുള്ളി പെട്ടെന്നാണ് മറുപടി പറയുന്നത്. അതിൽ നിന്ന് പിന്നെ പത്രക്കാരെ വിവക്ഷിച്ചെടുത്തോണം എന്തുകൊണ്ടാണ് ടൈം ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആകുന്നത് ഒരേ സമയം. അത് എല്ലാ സംഭവങ്ങളും ഒരേ സമയം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടൈം പല പല പോയിന്റിലാക്കിയിരിക്കുന്നത്. വളരെ ക്ലവറായിട്ടുള്ള റിപ്ലൈ ആണ് ഐൻസ്റ്റീൻ കൊടുത്തത്. ശരിയല്ലേ? ഈ ലോകത്തിലുള്ള എല്ലാ സംഭവവും ഒരേ സമയം അങ്ങോട്ട് സംഭവിച്ചത് എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഇവിടെ ഒരു കാർ കൊളൈഷൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് തന്നെ ന്യൂയോർക്കിൽ ഒരു ബോംബ് വെച്ച് പൊട്ടലുണ്ടാകുന്നു. അങ്ങനെ കോടാനുകോടി സംഭവങ്ങൾ ഒരേ സമയം സംഭവിച്ചാൽ സംഭവിക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് ടൈം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീക്ഷിക്കുന്നത് എന്ന് ഐൻസ്റ്റീൻ മറുപടി പറഞ്ഞു. ഇനി ഈ വേദാന്ത തത്വങ്ങളായിട്ട് പറയുമ്പോൾ അത് കാലം എന്ന ഒരു പദപ്രയോഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യത്തിൽ കാലം എന്നുള്ളത് ഓരോ ഇവൻ്റായിട്ടാണ് വേദാന്തം പറയുന്നത്. കാലത്തിൻ്റെ ഡെഫിനിഷനൊക്കെ വ്യത്യാസമാണ്. ഒരു പക്ഷേങ്കിൽ കഥകളിൽ കൂടി അവരത് പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡയമെൻഷണൽ പ്രിൻസിപ്പിൾ വരുമ്പോഴും ടൈം ഇല്ല. ഫോർത്ത് ഡയമെൻഷനിൽ വരുമ്പോഴത്തേക്കും മാത്രമേ ടൈമുള്ളൂ. ബാക്കിയുള്ള ഡയമെൻഷനിൽ ടൈം ഇല്ല എന്നുള്ളതാണ് ആത്മീയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ സ്ട്രിംഗ് തിയറി പറയുന്നു 10+1 ഡയമെൻഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിലൊന്നും ഒരു പൂർണ്ണത വന്ന കാര്യങ്ങൾ ഇതിനകത്തായിട്ടില്ല. ഇതൊക്കെ ഇനിയും ചർച്ച ചെയ്യപ്പെടും, ഗവേഷണങ്ങളുണ്ടാവും, പരീക്ഷണങ്ങളുണ്ടാവും. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ എങ്കിൽ ഇതൊക്കെ സമന്വയിപ്പിച്ച് ഒരു ആശയം വരുമായിരിക്കാം. ഇതെൻ്റെ ഒരു അഭ്യൂഹമാണ്. അതെ സാർ, അതുപോലെ 10+1 എന്ന് പറഞ്ഞത് അപ്പോൾ അതേപോലുള്ള ഈ 10 തലങ്ങൾ ഭാരതീയ ആത്മീയതയിൽ എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടോ സാർ? അതൊന്ന് ഉണ്ട്. അത് ഋഷിമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തുക്കളിലും ധാരാളം ഉപനിഷത്തുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കോടാനുകോടി ബ്രഹ്മാണ്ഡങ്ങളുണ്ടെന്നുള്ളത്. അതിപ്പോൾ സ്ട്രിംഗ് ലാൻഡ്സ്കേപ്പിൽ അത് ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. അത് ശാസ്ത്രജ്ഞർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിധിച്ചിരിക്കുന്നത് ഈ ബ്രഹ്മാണ്ഡം മാത്രമാണ്. ഇതിന് പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഈ ബ്രഹ്മാണ്ഡത്തിൽ നിന്ന് ജനിക്കുകയും മരിക്കുകയും ഒരുപക്ഷെ ദൈവസംയോജനം നടത്തുകയും ചെയ്യും. എന്നാൽ 7ാമത്തെ പടിയാറും കഴിഞ്ഞാൽ ശിവനെ കാണായി വരും എന്ന് പറഞ്ഞാൽ 7ാമത്തെ തലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡത്തിന് പുറത്തേക്ക് പോയി മഹാശൂന്യതയിൽ യോഗികളുടെ അവരുടെ കോൺഷ്യസ്നസ് ലയിച്ചു ചേരും. ശിവ എന്ന് പറഞ്ഞാൽ നത്തിങ്നെസ് അഥവാ മഹാശൂന്യത. ആ മഹാശൂന്യതയാണ് ഡാർക്ക്നെസ്. അതാണ് നമ്മളീ പറയുന്ന നിർഗുണഭ്രം എന്ന് വേദാന്തത്തിൽ പറയുന്നത്. യാതൊരുവിധ ഗുണവുമില്ലാത്ത ഇൻഫർമേഷൻ ഫീൽഡ്. അതെ 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 സാർ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ദൃശ്യപ്രപഞ്ചം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു തോന്നലാണ്, അല്ലെങ്കിൽ അതൊരു മായയാണ്. അപ്പോൾ മായ എന്നുള്ള വാക്ക് അവിടെ തീർച്ചയായിട്ടും കയറി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ മനോമയ മായ എന്ന് പറയുന്നത് കയറി വരുന്നു. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് മായയാണ്. സാർ പറഞ്ഞത് നമുക്ക് ഈ ഒരു ബ്രഹ്മാണ്ഡം മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് പുറത്ത് വേറെയും ബ്രഹ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡങ്ങളുണ്ട് എന്നുള്ള സങ്കല്പം പറയുന്നു. ഞാൻ ഭാരതീയ വേദാന്തത്തിൽ നമ്മൾ പറയുന്നത് ഈ ബ്രഹ്മാവിൻ്റെ കാലം കഴിഞ്ഞ് അടുത്ത അത് വരാൻ പോകുന്നു, ഹനുമൽ സ്വാമി ആയിരിക്കും അടുത്ത ബ്രഹ്മാവ് എന്നുള്ള സങ്കല്പങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പലയിടത്തായിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വാക്കാണ് ഈ ടൈം ലൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ മനുഷ്യനും പെട്ടുപോകുന്ന ഓരോ തരത്തിലുള്ള ടൈം ലൂപ്പുകളുണ്ട്. അപ്പോൾ അതിനെ ഒരു ബ്രഹ്മാണ്ഡത്തിലുള്ള ഒന്നിന് മറ്റൊരു ബ്രഹ്മാണ്ഡവുമായിട്ട് കർമ്മബന്ധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള ലൂപ്പുകൾ സംഭവിക്കാറുണ്ടോ? അങ്ങനെ അവ എങ്ങനെയെങ്കിലും പരസ്പരം കണക്റ്റ് ആവപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പറയാം. കുറച്ച് ഒരു വട്ടുപിടിച്ചൊരു ചോദ്യമാണ് എങ്കിലും ഈ ടൈം ലൂപ്പ് ഇങ്ങനെയുള്ള ഞാനും കുറേ വായിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ ശാസ്ത്രജ്ഞരുടെ ഇടയിൽ അതിനൊന്നും അത്ര അംഗീകാരമുള്ള കാര്യങ്ങളല്ല. പരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിപ്പിക്കപ്പെടാവുന്നത് മാത്രമേ ശാസ്ത്രത്തിൽ. ഇതിനകത്ത് ഈ പാർട്ടിക്കിൾ ഫിസിസിസ്റ്റ് എന്നും പറഞ്ഞൊരു വർഗ്ഗമുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടണം, അതിന് കൃത്യമായിട്ടുള്ള ഡേറ്റ ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള തിയറി ഉണ്ടായിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടൈം ലൂപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ തിയറി വരുന്നുണ്ട്. അത് സംബന്ധിച്ച് ധാരാളം എഴുത്തുകളും വന്നിട്ടുണ്ട്.
അപ്പം അതൊന്നും നമ്മുടെ സാറ് പറഞ്ഞ ഒരു കാര്യമായിട്ട് ഞാൻ കണക്ട് ചെയ്തതാണ്. കാരണം സാറ് പറഞ്ഞ ഒരു ബ്രഹ്മാണ്ടം ഇവിടെ ഉണ്ട്, ഇതേപോലുള്ള എത്ര ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ബ്രഹ്മാണ്ടവും മറ്റു ബ്രഹ്മാണ്ടവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ടാവും. അത് പറയാൻ സാധിക്കും. അത് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു ക്ലാരിറ്റി കിട്ടും. ടൈം ലൂപ്പെന്നോ എന്ത് വേണേലും വിളിച്ചോളൂ. അതായത് ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ഇപ്പോൾ കേംബ്രിഡ്ജ് പ്രൊഫസേഴ്സ് പലരും, ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിങ്സ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 6 നമ്പറുകൾ സംയോജിച്ചാണ് ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ പ്രകൃതിയിലെ ഏത് കാര്യം എടുത്താലും വളരെ തിട്ടമായ പ്രോസസ്സിൽ കൂടി പോയാൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. ജസ്റ്റ് ലൈക്ക് നമ്മൾ DNA കോഡിങ് പോലെ അല്ലേ സാർ? അതിലൊരു അല്പം മാറിക്കഴിഞ്ഞാൽ നമ്മളല്ല, വേറൊരാളായി മാറും, വേറൊരു മൃഗമായിട്ട് മാറും. എന്ത് കാര്യം എടുത്താലും അതിന് നമുക്കൊരു നിയതങ്ങളായ നിയമങ്ങളുണ്ടായിരിക്കണം. അപ്പോൾ തുടക്കം മുതലേ 6 നമ്പർ തിരഞ്ഞെടുത്താണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. സാർ, ഈ നിയതമായ സംഖ്യ വരുമ്പോൾ അതിൻ്റെ പിറകിലൊരു കർത്താവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതാണ്. അപ്പോൾ ദെയർ വാസ് എ ക്രിയേറ്റർ എന്ന് വരുന്നുണ്ട്. പക്ഷേ ശാസ്ത്രജ്ഞർ അങ്ങനെ അത് മെൻഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് 6 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1996 എഴുതിയ ഒരു പുസ്തകമുണ്ട്. റോയൽ അസ്ട്രോണമർ മാർട്ടിൻ റീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള മാർട്ടിൻ റീസിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു പ്രിയംവദ, കോയമ്പത്തൂരുകാരിയാണ്. ഇപ്പോൾ ഈ മാർട്ടിൻ റീസിൻ്റെ ഗവേഷണങ്ങളൊക്കെ ഇവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരിതിനെക്കുറിച്ചൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മാവ് എന്ന് പറയുന്ന സൃഷ്ടികർത്താവാണ്. നമ്മൾ സത്യത്തിൽ ഈ വേദാന്തത്തിൽ പറയുന്നത് മുഴുവൻ നമ്മൾ പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ അതിനൊരു കൺസെപ്റ്റ് കൊടുക്കുന്നു. അത് ശാസ്ത്രം വെച്ച് ചിന്തിച്ചാലും സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാലും അതൊരു പേഴ്സണാലിറ്റി അല്ല. ഈ 6 നമ്പേഴ്സ് സംയോജിപ്പിച്ച് പ്രപഞ്ചം ഉണ്ടാക്കിയ ആ ഒരു പ്രോസസ്സിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ആ സൃഷ്ടികർത്താവാണ് ചെയ്തിരിക്കുന്നത്. ആ സൃഷ്ടികർത്താവിൻ്റെ വേറൊരു മാനിഫെസ്റ്റേഷനാണ്, അല്ലെങ്കിൽ സൃഷ്ടിക്ക് തുടങ്ങുമ്പോഴത്തേക്കും ആ സൃഷ്ടികർത്താവ് എങ്ങനെ ഫങ്ഷൻ ചെയ്തു എന്നുള്ളതാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഈ സൃഷ്ടി കഴിഞ്ഞാൽ ബ്രഹ്മാവും നശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടതാണ്. തൽക്കാലം എനിക്കത്രയും കാര്യങ്ങളറിയാം. പിന്നെ ഈ ഒരു കൽപ്പം എന്ന് പറയുന്നില്ല സാർ, കൽപ്പം കഴിയുമ്പോൾ അടുത്ത ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് ഇതേവരെ ശാസ്ത്രം എടുത്തിട്ടില്ല. സ്മൂത്ത് എക്സിറ്റ് ഫ്രം എക്സ്റ്റേണൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ഹോക്കിങ്സ് കുറെ തിയറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമുക്ക് മനസ്സിലാകുകയില്ല. അപ്പോൾ ഇതിനകത്ത് പറയാനാണെങ്കിൽ ഈ പ്രപഞ്ചം 6 നമ്പർ കൊണ്ട് തിരഞ്ഞെടുത്തുകൊണ്ട് മാത്രമാണ് ഇവിടെ ജീവൻ ഉണ്ടായത്. അല്ലെങ്കിൽ ജീവൻ ഉണ്ടാവില്ല. അല്ല, അതൊക്കെ കോംപ്ലക്സ് ആണ്. ഒമേഗ, ലാംഡ, ഇങ്ങനെയുള്ള ഓരോ ഇതൊക്കെ ഓൾജിബ്രൈക് വേൾഡ് ആണ്. നമ്മളത് പറയേണ്ട ആവശ്യമില്ല. നമ്മളത് പിന്നെയും അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ പക്ഷെ ഒരു കാര്യം, 6 നിയതങ്ങളായ 6 നമ്പേഴ്സ് തിരഞ്ഞെടുത്ത്, അതായത് ഇത്ര കോടി വർഷം കഴിയുമ്പോൾ പ്രപഞ്ചം ഇത്ര എക്സ്പാൻഡ് ചെയ്യണം, ഇത്ര കോടി വർഷം കഴിയുമ്പോൾ പ്രപഞ്ചത്തിൽ ജീവന്റെ വിത്ത് വിതയ്ക്കപ്പെടണം. അപ്പോൾ ഇതിനകത്ത് അത് കോഡഡാണ്. ഇതിനകത്ത് ഫണ്ടമെൻ്റലായിട്ട് 4 ഫോഴ്സസാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് സംയോജിതമായിട്ട് നിന്നിരുന്നത്. പക്ഷെ വേദാന്ത തത്വപ്രകാരവും പിന്നീട് നടന്ന ഗവേഷണ പ്രകാരം ഇത് 4 ഫോഴ്സ് അല്ല, സത്യത്തിൽ ഒരു 5ാമത്തെ ഫോഴ്സ് ഉണ്ട്. 5ാമത്തെ ഫോഴ്സാണ് ലൈഫ് ഫോഴ്സ്. അതിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മരം വെച്ച് കുറേ പോയി കഴിയുമ്പോൾ അത് പിന്നെ ശാഖവൽക്കരിക്കാൻ തുടങ്ങും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, 4 ശാഖകൾ 4 ഭാഗത്തേക്ക് വരുന്നു. അതാണ് അടിസ്ഥാന ബലങ്ങൾ. അതിൻ്റെ ബാക്കിയുള്ള ഫോഴ്സസ് ആണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. അത് ഗുരുത്വാകർഷണ ബലം, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ ന്യൂക്ലിയർ ബലങ്ങൾ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിവിടെ നടക്കുന്ന ഡൈജഷൻ അല്ലെങ്കിൽ മരത്തിൻ്റെ വളർച്ച, ഈ സകല കാര്യങ്ങളും അതിലൊന്നും ന്യൂക്ലിയർ ബലമില്ല. ഈ ന്യൂക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ E=mc² എന്ന് പറയുന്ന ഇക്വേഷനാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ നക്ഷത്രങ്ങളിലും അങ്ങനെയുള്ള നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. അത് ന്യൂക്ലിയസിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ പൊട്ടുമ്പോഴൊക്കെയാണ്. പിന്നെ അറ്റോമിക് ബോംബ് എക്സ്പ്ലോഷൻ അതുണ്ടാകാറുണ്ട്. ബാക്കിയുള്ളത് മുഴുവൻ ഇലക്ട്രോണിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവേദനങ്ങളാണ്. അപ്പം ഈ പറയുന്ന
6 നമ്പർ ഒത്തുചേർന്ന് വന്നില്ലായിരുന്നെങ്കിൽ കുമിൾ പ്രപഞ്ചമായിട്ട് മാറുമായിരുന്നു. ഓ ഓ ഓ ഓ. അല്ലെങ്കിൽ വെറും റേഡിയേഷൻ ഉള്ള പ്രപഞ്ചമായിട്ട് മാറുമായിരുന്നു. അല്ലെങ്കിൽ ഏതാനും ലക്ഷം വർഷം കഴിയുമ്പോൾ വ്യാപനമൊക്കെ നിന്ന് അത് കൊളാപ്സ് ചെയ്ത് താഴോട്ട് പോകുമായിരുന്നു പിന്നെയും. അപ്പോൾ ഇവിടെ 500 കോടി ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇതിന്റെ കറക്റ്റ് കോഡിങ് കറക്റ്റ്, അപ്പോൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ അല്ലാത്ത പ്രപഞ്ചങ്ങൾ ഉണ്ടാവും എന്നാണ് സാർ പറയുന്നത്. ഈ കോൺ പ്രപഞ്ചമൊക്കെ ഉണ്ടാവാം, വ്യത്യസ്തമാണ്. കുമിൾ പ്രപഞ്ചം ഉണ്ടാകാം, വെറും റേഡിയേഷൻ മാത്രമുള്ള പ്രപഞ്ചം, അങ്ങനെ കോടാനുകോടി പ്രപഞ്ചങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കലാബിയാവു ഷേപ്പ് എന്നും പറഞ്ഞ ഒരു മാത്തമെറ്റിക്കൽ മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ 10+1 ഡയമെൻഷൻ ഉണ്ടെന്നും. പക്ഷേ അതിൽ നിശ്ചിതമായ പ്രപഞ്ചങ്ങളാണ് ഉള്ളതെന്ന് അവർ പറയുന്നുണ്ട് ആദ്യത്തെ ഈ പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ വേദാന്ത തത്വം പ്രകാരം നിർഗുണ ബ്രഹ്മനായിട്ട് ഞാൻ അവതരിച്ചു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മറ്റു പ്രപഞ്ചങ്ങൾ ഒരു തുടർ പ്രോസസ്സാണ്. നമ്മുടെ ഈ പ്രപഞ്ചം വരുന്നതിന് മുമ്പ് വേറൊരു പ്രപഞ്ചം ഉണ്ടായിരുന്നു ഈ സ്ഥാനത്ത്. അതായത് ഒരു വലിയ ഫീൽഡ് സങ്കല്പിക്കുക, അവിടെ ഒരു കലം, വേറൊരിടത്തൊരു കുളം, വേറൊരിടത്തൊരു ബക്കറ്റ്, ഇങ്ങനെ നമുക്ക് സങ്കല്പിച്ചാൽ വിവിധ പ്രപഞ്ചങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. പക്ഷെ അതിലൊരു പ്രപഞ്ചം മാത്രം പൊട്ടി വിടർന്ന് താമര പോലെ നിൽക്കുന്നു. അതിൽ ജീവൻ ആവിർഭവിച്ച പ്രപഞ്ചമാണ്. അതാണ് നമ്മുടെ പ്രപഞ്ചം. അത് 500 കോടി വർഷം മുമ്പാണ് ആദ്യത്തെ യൂണിസെല്ലുലാർ ഓർഗാനിസം, വൈറസ് മുതലായവയുണ്ട്. വൈറസിൽ നിന്നാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നുള്ളതാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വളർന്ന് ഭൗതിക പരിണാമത്തിൽ കൂടി പിന്നെ മനുഷ്യൻ വന്നു. പിന്നെ ഇനിയുള്ളത് ആത്മീയ പരിണാമമാണ്. അത് അതിബോധാവസ്ഥ എന്ന് പറയുന്നത്. സാർ ഈ പറഞ്ഞ കാര്യമായിട്ട് നമുക്ക് സാമാന്യമായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം വെച്ചാൽ നമ്മുടെ ചുറ്റായി കാണുന്ന കോടാനുകോടി ജീവരൂപങ്ങളുണ്ട്. ഇപ്പോൾ ഏകകോശ ജീവിയായ അമീബ മുതൽ ഇങ്ങോട്ട് വരുന്ന ബഹുകോശ ജീവികൾ വരെ. അപ്പോൾ ഈ നമുക്ക് സ്ഥലകാല ബോധം ഉള്ളതുപോലെ മറ്റുള്ള ജീവജാലങ്ങൾക്കും അതുണ്ടാവില്ലേ? ഇപ്പോൾ രസകരമായൊരു ചിന്തയാണ് അമീബയുടെ ദേശകാല ബോധം എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൾട്ടിവേഴ്സിനെ കുറിച്ച് സിമ്പിളായിട്ട് ചിന്തിക്കാമല്ലോ. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ ഓൾസോ എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മാത്രമല്ല, ഗവേഷണ ഫലങ്ങളുമുണ്ട്. അടുത്ത കാലത്ത് കോയമ്പത്തൂർ കൊറോണ വൈറസിനായിട്ട് ഒരു ക്ഷേത്രം അവർ പണിതിലാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ സയൻറ്റിഫിക് അമേരിക്കൻ അതുപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പല പബ്ലിക്കേഷൻസും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് ദർ ഇസ് എ മെൻറ്റേഷൻ ഗോയിങ് ഓൺ ഇൻ ദ എൻറ്റയർ യൂണിവേഴ്സ്. പ്രപഞ്ച മനസ്സ്, ഈ പ്രപഞ്ച മനസ്സ് ഒരൊറ്റ ഫീൽഡായിട്ട് കിടക്കുകയല്ല, അത് പല തട്ടുകളിലാണ്. അപ്പോൾ എവല്യൂഷണറി പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒരു ഫീൽഡ് ഓഫ് മൈൻഡ് ഫീൽഡ് വന്നു. ആ മൈൻഡ് ഫീൽഡ് വൈറസിൻ്റെ മൈൻഡ് ഫീൽഡാണ്. ഇവിടെ ഇപ്പോൾ ഈ വൈറസിനെതിരായിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ, ഇതൊരു സ്പെക്കുലേഷനാണ്, നമ്മളത് 100% ശരിയാണെന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്പെക്കുലേഷനാണ്. നമ്മൾ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് മറ്റു വൈറസിൻ്റെ ആ സിസ്റ്റത്തിലേക്ക്. കാരണം JC ബോസ് നടത്തിയ പരീക്ഷണങ്ങളിൽ ചെടികളിൽ മുഴുവൻ ഇങ്ങനെയൊരു പ്രോസസ്സ് നടക്കുന്നു. ഒരു ചെടി മറ്റൊരു ചെടിയെ ഇൻഫോം ചെയ്യുന്നുണ്ട് അതിനെ വൈറസ് അറ്റാക്കോ ബാക്ടീരിയൽ അറ്റാക്കോ നടത്തി. ടൊമാറ്റോ ചെടികളിലൊക്കെ ധാരാളം പരീക്ഷണങ്ങൾ ഇത് കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നും വേണ്ട, എലികളിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, മനുഷ്യരിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, പല രീതിയിലാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു മെൻ്റൽ ഫീൽഡ് ഉണ്ട്. നമുക്ക് എലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എലിക്ക് എലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ്. അതിലൊരു തമാശയാണ് സാർ, നമ്മുടെ പഴയ കഥകളിലൊക്കെ യഥാർത്ഥത്തിൽ ഈ ജന്തുക്കളുടെ ഭാഷ അറിയാവുന്ന ആളുകൾ അത് പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതായത് അവർക്കും അവിടെ ചിന്തകളുണ്ടെന്ന് തെളിയിക്കുകയാണ് ആ കഥയിലൂടെ. പക്ഷെ നമ്മളൊരു ജനറാലിറ്റിയുടെ കാര്യം, ഇപ്പം പക്ഷികൾക്ക് അവരുടേതായ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കാക്കയെ നമ്മൾ പിടിക്കുകയോ കൊല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ സകല കാക്കളും മനസ്സിലായില്ലേ? എന്നാൽ മനുഷ്യൻ്റെ ഇടയിൽ മാത്രമേ ഇത് വ്യത്യാസമുള്ളൂ. മനുഷ്യൻ്റെ അടിക്കോ തൊടിക്കോ ചെയ്ത് നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യാൻ ചെയ്യാറില്ല. അപ്പോൾ സകല ജീവജാലങ്ങളിലും ഒരു മെൻ്റൽ ഫീൽഡ് ഉണ്ട്. ആ മെൻ്റൽ ഫീൽഡ് ഓരോന്നിൻ്റെ സബ്സെറ്റായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞതിന് കാരണം ഒരുപക്ഷെ നമ്മളിൽ ഈ സബ്ജക്റ്റിവിറ്റി വളരെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ സാർ? ഈ പറഞ്ഞ അതായത് പൊതുബോധത്തിൽ നിന്ന് മാറി നമ്മൾ ഇൻഡിവിജ്വൽ കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ ആ ഒരു ഇത് വരുന്നത്. അതെ, അതിനൊക്കെ ധാരാളം എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മുടെ ഭാഷാകോശങ്ങളാണ് അതിന്. അതെ. പക്ഷെ നമ്മൾ പറയുന്ന ഉയർന്ന ബോധമാണ് മനുഷ്യൻ, പക്ഷെ ശരിക്കും അത് ഉയർന്ന ബോധമല്ലല്ലോ. അല്ല, അതിനെ പറ്റി അതെന്ന് വെച്ചാൽ നമ്മുടെ ഇടത് മസ്തിഷ്ക വ്യക്തിത്വമാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ ആ വോയിസ് മെസ്സേജിന്, നിസർഗ മഹാരാജ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവർ മിണ്ടാതിരിക്കുകയുള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ
ഈ ഇടത് മസ്തിഷ്ക വ്യക്തിയെ അവർ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ വ്യക്തി പുറത്തേക്ക് വന്നാലാണ് ആത്മീയത നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരേ സമയം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഭാഷാകോശങ്ങൾ തന്നിട്ടുണ്ട്. വെർണിക്കേഴ്സ് ഏരിയ, പിന്നെ ഏതാണ് ബ്രോക്കാസ് ഏരിയ. ഇത് നമ്മുടെ ഇടത് ചെവിയുടെ അകത്തോ 1.5 ഇഞ്ച് അകത്തോ 2 സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഭാഷാകോശങ്ങൾ അവിടെയാണ്. ഈ ഭാഷാകോശങ്ങൾ നമ്മുടെ ഒരു തമ്പിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ 100 വർഷം മുമ്പേ കണ്ടുപിടിച്ചിട്ടുള്ളതും ബ്രെയിൻ ഗ്ലോ എക്സ്പെരിമെന്റ്സ് മുഖാന്തരം തിട്ടപ്പെടുത്തിയതുമാണ്. ഇത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നാം എന്ന് പറയുന്ന വ്യക്തിയില്ല. അതെ അതെ. അതായത് അദ്ദേഹത്തിൻ്റെ പോൾ കലാനിധി എന്ന് പറഞ്ഞ ന്യൂറോ സർജൻ ഉണ്ടല്ലോ സാർ, അദ്ദേഹത്തിൻ്റെ ഈ ഓപ്പൺ ബ്രെയിൻ സർജറിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെ സ്പർശിക്കുമ്പോൾ അക്കങ്ങൾ കംപ്ലീറ്റ് നമ്മൾ മറന്നു പോകുന്നു, വാക്കുകൾ മറന്നു പോകുന്നു. ഭയങ്കര ഒരു ഈ പണ്ടേ തൊട്ട് മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരാണ് ഈ വാക്കുകൾ എടുത്ത് ഇങ്ങനെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢത. അതെ, ഭാഷയിൽ വാക്കുകൾ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് അസംബിൾ ചെയ്ത് ഇങ്ങനെ തരുന്ന ആരാണ്? ഇപ്പോൾ സാറിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് ആരാണ് ഇത് ചെയ്യുന്നത്? അങ്ങനെ ചിന്തിക്കുന്നത് വളരെ സത്യത്തിൽ ഇപ്പം ജോൺ എക്കിൾസ് എന്ന് പറഞ്ഞ് നോബൽ പ്രൈസ്, വെർച്വൽ നോബൽ പ്രൈസ് എന്ന് പറഞ്ഞ ഡോക്ടർ പെൻറോസോ കൂടെ ഒരു വലിയ തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. അവരത് മസ്തിഷ്കത്തിലേക്ക് പുറത്തുനിന്ന് ഈ നമ്മുടെ ഭാഷാകോശങ്ങളിലേക്ക് ഒരു എനർജി കയറിയാണ് അത് പ്രവർത്തിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതൊരു വളരെ അക്സെപ്റ്റ് തിയറി ഓഫ് വർക്ക് ഓവർ. അവരതിന് ഒരു പ്രത്യേക പേരും പറഞ്ഞു. എന്താണ്, ഒരു പ്രത്യേക പാർട്ടിക്കിൾസാണ് അതെന്നും പറഞ്ഞ് അത് പറയുകയും ചെയ്തു. ജോണക്കിൾസ് കൊടുത്ത തിയറിയാണ്. അതിൽ സാധ്യതയുണ്ട് പുറത്തുനിന്നാണ് നമ്മുടെ ഭാഷാകോശങ്ങളിലെ പ്രവർത്തനം നടത്തുന്നത്. അത് ശരിയല്ല സാർ, നമ്മളിപ്പോൾ ടെലിവിഷൻ കാണുമ്പോൾ ഓഫ് ചെയ്തിരിക്കുന്ന ടെലിവിഷനിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷേ പുറത്ത് സിഗ്നൽ കയറുമ്പോൾ മാത്രമേ അതിൽ അതുമായിട്ട് കമ്പയർ ചെയ്താൽ അതെ, അതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. അത് മനസ്സാണ്. ആ മനസ്സ് പ്രപഞ്ചബോധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ സംസാരങ്ങൾ പലതും ട്രിഗേർഡ് ആകുന്നത് പറയുന്നത്. അതങ്ങനെ ഒരു വശം. അപ്പോൾ ഇതൊക്കെ ഈ മസ്തിഷ്കത്തിലെ കാര്യങ്ങളൊന്നും ഇപ്പോഴും വെളിപ്പെട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ടെൽടെയിൽ ബ്രെയിൻ എന്നും പറഞ്ഞ് ഡോക്ടർ രാമചന്ദ്രൻ, വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ സയൻറ്റിഫിക് ഫീൽഡ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബ്രെയിനിൻ്റെ ഗവേഷണത്തിൽ 100 വർഷം പുറകിലാണെന്നാണ് പറഞ്ഞത്. ടെൽടെയിൽ ബ്രെയിൻ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ ഒബാമ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ സമയത്ത് ഏതാണ്ട് $10 ബില്യൺ US വിവിധ യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടിയിട്ട് ഗവേഷണത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുവഴി ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പം ശാസ്ത്രലോകത്തിന് വളരെ തിട്ടമായിട്ട് മനസ്സിലായി, മൈൻഡ് ഈസ് എ എന്താ പറയുക, ഫീൽഡ് ഔട്ട്സൈഡ് ദ ഹ്യൂമൻ ബോഡി. ധാരാളം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊന്നും മെയിൻ ശാസ്ത്ര ശാഖയിലൊന്നും ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നില്ല.